ഏതൊരു പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രയാസത്തിൽ നിന്ന് എന്തുകൊണ്ട് രക്ഷപ്പെടും? സ്വലാത്തിൽ രക്ഷപ്പെടും. സ്വലാത്തിൽ കൂടി അവതാര തൗഫീഖ് തരട്ടെ. സ്വലാത്തിൽ കൂടി സ്വലാത്തന്നെ സദാസമയവും അതിനേക്കാൾ വലിയ അമലില്ല. പകൽ സ്വലാത്ത് അങ്ങനെ ചൊല്ലി. അതുകൊണ്ട് ഒരുപാട് നന്മയുണ്ടാവും. ഉദാഹരണം പറയാം, ഒരു സ്വലാത്തിലിട്ടാണ് ഒരു അമൽ ചെയ്യണമെങ്കിൽ ആ അമലിൽ ഖൈറുണ്ടാവും. ഒരു ഓഫീസിൽ ഒരാൾ സ്വലാത്തിൽ കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഓഫീസിൽ ഖൈറുണ്ടാവും. സ്വലാത്തിലാണ് ഒരു പെണ്ണൊരു വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിന് അപകടങ്ങളെ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ അള്ളാഹു നിശ്ചയിച്ചേ ഉണ്ടാകേണ്ടി വരും. അതിന് പ്രശ്നമൊന്നുമില്ലേനും. അപ്പം അള്ളാഹു നിശ്ചയിച്ചതാണ് ഒരാൾ മരിക്കുക. മരിക്കലൊരു തെറ്റല്ലല്ലോ, മരിക്കലൊരു തെറ്റല്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആൾക്ക് അവിടെ സുഖം, അവൾക്കോ ഇവിടെയും സുഖം. അവൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പേടിക്കേണ്ട. സ്വലാത്തിൽ നിന്ന് അവർക്ക് ഉണ്ടാവില്ല. സ്വലാത്തിൽ എന്നൊരു പെണ്ണ് വീട്ടിലുണ്ടോ, ആ വീട്ടിൽ ആ പെണ്ണുള്ള ഭർത്താവിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്.